തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയൻ യേശുവേ. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം. കർത്താവിൻ്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകായിരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അത്യത്ഭുത ശക്തി പ്രവഹിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം TV-യിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിൽ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, അത്ഭുതമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നിങ്ങളുടെ ഭവനത്തിലും അത് സംഭവിക്കും. ഹല്ലേലൂയ. ഞാൻ 1-2 സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒരു ദിവസം മരഞ്ചാട്ടി എന്ന ഇടവകയിൽ നിന്ന് ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ആ വ്യക്തി അവരുടെ ഭവനത്തിലുണ്ടായ ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയുകയും അത് എഴുതി സാക്ഷ്യമായി സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എൻ്റെ പേര് ലില്ലി ജോൺസൺ. ഞങ്ങളുടെ മകൾ സോനയ്ക്ക് 2 വയസ്സ് മുതൽ കോഴിയിറച്ചി, കോഴിമുട്ട ഇവ കഴിച്ചാൽ ശരീരത്തിൽ ചൊറിഞ്ഞു പൊട്ടുന്ന അസുഖം ഉണ്ടാകുമായിരുന്നു. ഹോമിയോ, ആയുർവേദ ചികിത്സകൾ പരാജയപ്പെട്ടപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. അപ്പോഴാണ് ഇറച്ചി, മുട്ട ഇവയുടെ അലർജിയാണെന്ന് മനസ്സിലായത്. ഡോക്ടർ പറഞ്ഞു, കുട്ടിക്ക് 10 വയസ്സ് വരെ ഇവ കൊടുക്കരുത്. എന്നാൽ ഞങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമായിരുന്നു ഇവ. ഞങ്ങൾ തിരിച്ചു വന്ന് യേശു കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് തൊട്ട് ഏതാണ്ട് 1 വർഷത്തോളമായി ഇന്ന് വരെ പിന്നെ ഞങ്ങളുടെ കുട്ടിക്ക് ഇറച്ചിയും മുട്ടയും കഴിക്കുമുണ്ടായിരുന്ന അലർജി രോഗം ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തു എൻ്റെ സോന മോളുടെ അലർജി രോഗം അത്ഭുതകരമായി സുഖപ്പെടുത്തി. 2007 ഏപ്രിൽ 29 മുതൽ മെയ് 4 വരെയുള്ള ധ്യാനത്തിൽ പങ്കെടുത്ത് കർത്താവിന് നന്ദി പ്രകാശിപ്പിച്ച് ഈ സാക്ഷ്യം എഴുതി കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുഞ്ഞിനെ ഈശോ അത്ഭുതകരമായി സുഖപ്പെടുത്തി. ഇറച്ചിയും മുട്ടയും കഴിക്കുന്ന അലർജി രോഗം യേശുവേ എന്ന് വിളിച്ച് അനേകായിരങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ ശക്തി കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങി. അത്ഭുതം ഭവനത്തിൽ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആ വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും സഗിയോൻ ധ്യാന കേന്ദ്രത്തിന് പ്രോഗ്രാമിൽ താല്പര്യപൂർവ്വം സംബന്ധിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏപ്രിൽ 1-ാം തീയതി അഭിഷേകാഗ്നിയിൽ ഒരു കുടുംബത്തിൻ്റെ അനുഭവം എഴുതിയ കത്ത് അച്ഛൻ വായിക്കുന്നത് ഞങ്ങൾ കേട്ടത്. അപ്പോൾ തന്നെ ഞങ്ങളുടെ മോളുടെ ജോലിക്കാർ സമർപ്പിച്ച് ഞങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായി ഇടപെട്ടു. പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ മകൾക്ക് ജോലി കിട്ടി. പ്രൈസ് ദ ലോർഡ്. പിറ്റേ ദിവസത്തെ ഇൻ്റർവ്യൂവിൽ അവൾ മികവോടെ റിസൾട്ട് പാസ്സായി. അവൾക്ക് പിറ്റേ ദിവസം തന്നെ ജോലി ശരിയായി. ഹല്ലേലൂയ. 1000 നന്ദി ദൈവത്തിന് അർപ്പിക്കുന്നു. റോസമ്മ ജോസഫ്, മഞ്ഞുവയൽ, കോടഞ്ചേരി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രോഗ്രാമിൻ്റെ സമയത്ത് ഇങ്ങനെയുള്ള കത്തുകൾ വായിക്കുന്നത് കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രവർത്തിച്ചു. ഞങ്ങൾക്കും പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അവരും പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അന്ന് തന്നെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിൽ അത്ഭുതകരമായി സെലക്ട് ചെയ്യപ്പെട്ടു. ജോലിയിൽ പ്രവേശിച്ച്. ഹല്ലേലൂയ. ജോലി തടസ്സം വിട്ടുമാറിപ്പോയി. പ്രൈസ് ദ ലോർഡ്. TV-യിൽ പ്രാർത്ഥിക്കുന്ന സമയത്തും യേശുവിൻ്റെ നാമത്തിൽ വിടുതലും സൗഖ്യവും ഉണ്ട്. ജോലി തടസ്സം വിട്ടുപോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവം യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഭവനങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പിതാവായ ദൈവം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്വർഗീയ പിതാവേ, ഈ നിമിഷം തന്നെ അങ്ങയുടെ ഉന്നതമായ ആത്മാവിനെ അങ്ങയുടെ മക്കളുടെ മേൽ അയക്കണമേ. പ്രാർത്ഥിക്കാൻ വിരസത അനുഭവപ്പെടുന്നവർ, പ്രാർത്ഥിക്കുമ്പോൾ അനുഭവങ്ങൾ ലഭിക്കാത്തവർ,
എത്ര ചികിത്സിച്ചിട്ടും സൗഖ്യപ്പെടാത്ത രോഗങ്ങളുമായിരിക്കുന്നവർ, എത്ര അധ്വാനിച്ചിട്ടും ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർ, എങ്ങോട്ട് പോയാലും ഒരു മേൽഗതിയും കിട്ടാതെ പരാജയത്തിലിരിക്കുന്നവർ, കുടുംബ കലഹ നിമിത്തം കണ്ണീരോടെ ഇരിക്കുന്നവർ, കഠിനമായ വൈരാഗ്യത്തിൽ വെറുപ്പിലിരിക്കുന്നവർ, പലിശ കൊടുത്ത് മടുത്തിരിക്കുന്നവർ, നിരാശ പൂണ്ടിരിക്കുന്നവർ, ആത്മഹത്യ ചിന്തയോടെ ഇരിക്കുന്നവർ, ഓ പിതാവേ, ഈ നിമിഷങ്ങളിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ മക്കളുടെ മേൽ അത്ഭുതകരമായ ദൈവശക്തി വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ, തകർന്ന വ്യക്തികളിലേക്ക്, തകർന്ന കുടുംബങ്ങളിലേക്ക്, തകർന്ന ഹൃദയങ്ങളിലേക്ക്, ഓ പരിശുദ്ധാത്മാവെ ഇപ്പോൾ ശക്തിയോടെ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും അഭിഷേകങ്ങളും സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം 4-ാം വാക്യം, കർത്താവിൻ്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നം? ദൈവത്തിൻ്റെ വചനം പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ വെളിപ്പെടുത്തുകയാണ്, കർത്താവിൻ്റെ കരങ്ങളാണ് മനുഷ്യന് വിജയം നൽകുന്നത്. മനുഷ്യൻ്റെ വിജയം ഇരിക്കുന്നത്, അതുകൊണ്ട് മനുഷ്യൻ്റെ വിജയം ഇരിക്കുന്നത് കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അധ്വാനമോ നമ്മുടെ വാശിയോ നമ്മുടെ നോട്ട സാമർഥ്യമോ ആയിരിക്കണം എന്നില്ല നമ്മുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരണത്. പ്രൈസ് ദ ലോർഡ്. ഞാനൊരു ദിവസം ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത് ഓർമ്മിക്കുകയാണ്. 200 കോടി രൂപ കടം. ഞാൻ ചോദിച്ച്, ഇത് പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ തകർന്ന അവസ്ഥയാണോ? ആ വ്യക്തി പറഞ്ഞു, ഞങ്ങളുടെ കുടുംബം വലിയ കുടുംബമാണ്, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബം, അപ്പനായിട്ട് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു, പാരമ്പര്യമായിട്ട് ഒരുപാട് സ്വത്തുള്ള കുടുംബം. എൻ്റെ കാലത്താണ് എല്ലാം തകർന്നു പോയത്. ഞാൻ ചോദിച്ചു, മദ്യപാനമോ ചീട്ടുകളിയോ മറ്റെന്തെങ്കിലും ദുർനടപ്പോ എന്തെങ്കിലും? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരൊറ്റ പൈസ പോലും ദുർനടപ്പിൽ കളഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ കാലത്ത് അല്പം കൂടെ അഭിവൃദ്ധി ഉണ്ടാകണമെന്ന് വിചാരിച്ച് അധ്വാനിച്ച ആളാണ്. എന്നാൽ എടുത്ത തീരുമാനങ്ങളെല്ലാം പാളിപ്പോയി, വെച്ച ചുവടുകളെല്ലാം തെറ്റിപ്പോയി. ഇന്ന് 200 കോടി രൂപ കടമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചിന്തിച്ച്, ദൈവമേ, എന്തുകൊണ്ടാണ് ഈ ജീവിതം ഇതുപോലെ തകർന്നു പോയത്, സാമ്പത്തികമായി പരാജയപ്പെട്ടു പോയത്? അപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തോട് സംസാരിച്ച്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രത്തിൽ നിന്ന് എനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നൊരു കാര്യമുണ്ട്. ഈ വ്യക്തിയുടെ കുട്ടിക്കാലം, ഈ വ്യക്തിയുടെ മാതാപിതാക്കന്മാർ ഈ വ്യക്തിയെ നല്ല നല്ല സ്കൂളുകളിൽ വിട്ട് പഠിപ്പിച്ചു, നല്ല നല്ല കോച്ചിങ് കോഴ്സുകൾക്ക് പറഞ്ഞയച്ച്, നല്ല നല്ല മികവ് കിട്ടുന്ന നല്ല നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുത്ത്. എന്നാൽ ഈ കുഞ്ഞിന് ദൈവാനുഗ്രഹം ഉണ്ടാകാൻ ദേവാലയങ്ങളിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ ഉത്സാഹിച്ചില്ല. ഈ കുഞ്ഞിന് നല്ല ദൈവാനുഗ്രഹം കിട്ടാൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ ദൈവദാസന്മാരുടെ അടുത്ത് കൊണ്ടുപോകുന്ന കാര്യത്തിൽ അത്ര ഉത്സാഹമുള്ള കുടുംബമായിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് പ്രസക്തിയുണ്ട്. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ, ഒരു കുട്ടിയായിരിക്കുമ്പോൾ, ഒരു ബാലനായിരിക്കുമ്പോൾ, ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, ഒരു യുവാവായിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുപോകണം, ദൈവമായ കർത്താവിൻ്റെ ശുശ്രൂഷ വേദികളിലേക്ക് കൊണ്ടുപോകണം, ദൈവദാസന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. അവരുടെ ശിരസിൽ അവർ കരങ്ങൾ വെച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ ദൈവാനുഗ്രഹം എന്നൊരു കാര്യം കൂടെ വേണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അധ്വാനവും നമ്മുടെ സാമർഥ്യവും നമ്മുടെ നോട്ടവാശിയും നല്ലത് തന്നെ, അതിൻ്റെ കൂടെ ദൈവാനുഗ്രഹം കൂടെ ഉൾച്ചേരുമ്പോഴാണ് നമ്മുടെ പദ്ധതികൾ ഫലമണിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവാനുഗ്രഹം വരുന്നത്? ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രധാനപ്പെട്ടൊരു വഴിയാണ് ആത്മീയ ശുശ്രൂഷകൾ, ആത്മീയ ഗുരുക്കന്മാർ, ദൈവദാസന്മാർ, ദൈവ ശുശ്രൂഷ ചെയ്യുന്നവർ, മാതാപിതാക്കൻ. ഇങ്ങനെയുള്ള ദൈവിക സംവിധാനത്തിലൂടെ ദൈവം തൻ്റെ അനുഗ്രഹത്തെ തൻ്റെ മക്കളിലേക്ക് ചൊരിയുന്നു. ഒരു ദൈവദാസൻ ആ കുട്ടിയുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആ ബാലൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു വൈദികൻ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ആത്മീയ ഗുരുനാഥൻ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ആ കുട്ടിയുടെ ശിരസിലേക്ക് പ്രവഹിക്കുന്നത്. ഹല്ലേലൂയ. ആ കുട്ടിയുടെ ശിരസിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അവിടെ നിന്ന് അങ്ങോട്ട് കുടികൊള്ളുന്നത്. ഹല്ലേലൂയ.
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടല്ലേ ഈ സ്കൂൾ തുറക്കുന്ന സ്കൂൾ വർഷത്തിൻ്റെ ആരംഭത്തിൽ എത്രയോ മാതാപിതാക്കന്മാർ അവരുടെ കുഞ്ഞുങ്ങളെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുപോകുന്നു, പരിശുദ്ധാത്മാവിനെ അടിമ വെച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവദാസന്മാരെ കൊണ്ട് തലയ്ക്ക് പിടിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയോ മാതാപിതാക്കന്മാർ വിദ്യാരംഭം കുറിക്കാൻ വേണ്ടി ദേവാലയങ്ങളിലേക്കും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും വിശുദ്ധ സ്ഥലങ്ങളിലേക്കും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവരുടെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് വിദ്യാരംഭം കുറിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പരിശുദ്ധാത്മാവ് കൊടുത്ത ജ്ഞാനമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കുടികൊള്ളണം. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ മേൽ കുടികൊള്ളണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ദേവാലയങ്ങളിലും ശുശ്രൂഷ കേന്ദ്രങ്ങളിലും തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി മാതാപിതാക്കന്മാർ കടന്നു ചെല്ലുന്നു. എന്നാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വ്യക്തിക്ക് ഇതുപോലെ പ്രാർത്ഥന ലഭിക്കാൻ, ഈ വ്യക്തിക്ക് ഇതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അഭിഷേകം ലഭിക്കാൻ, ദൈവാനുഗ്രഹം ശിരസിൽ കൊണ്ടുകൊള്ളാൻ തക്കവിധമുള്ള ഒരു അന്തരീക്ഷത്തിലായിരുന്നില്ല ബാല്യകാലത്ത് വളർന്നത്. മാതാപിതാക്കന്മാർ വലിയ വലിയ സ്കൂളുകളിൽ പറഞ്ഞയച്ചു, മാതാപിതാക്കന്മാർ വലിയ വലിയ കോച്ചിങ് സെൻറ്ററിലേക്ക് വിട്ടയച്ച്, മാതാപിതാക്കന്മാർ നല്ല നല്ല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല റിസൾട്ടോടെ പാസ്സായി, നല്ല മികവോടെ പുറത്തു വന്നു, ഒത്തിരി മികവുറ്റ കാര്യങ്ങൾക്ക് ആരംഭം കുറിച്ചു. എന്നാൽ ജീവിതത്തിൽ അതെല്ലാം ജീവിത വിജയത്തിന് ഉപയുക്തമായില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം, നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ അധ്വാനങ്ങൾ ഫലമണിയുന്നതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം അനിവാര്യമത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, മനുഷ്യൻ തൻ്റെ പദ്ധതികൾ ആലോചിച്ചു വെക്കുന്നു, എന്നാൽ കർത്താവാണ് അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത്. മനുഷ്യൻ തൻ്റെ പദ്ധതികൾ ആലോചിച്ച് ഉറയ്ക്കുന്നു, എന്നാൽ കർത്താവാണ് അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ, നീ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുക, സ്വന്തം ബുദ്ധിയിൽ അമിതമായി ആശ്രയിക്കരുത്, അപ്പോൾ നിന്റെ എല്ലാ പ്രവൃത്തികളും നീ ദൈവവിചാരത്തോടെ ചെയ്യുക, അപ്പോൾ നീ നടക്കേണ്ട വഴികൾ കർത്താവ് നിനക്ക് കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. നിന്റെ എല്ലാ പ്രവൃത്തികളും നീ ദൈവവിചാരത്തോടെ ചെയ്യണം. ഹല്ലേലൂയ. രാവിലെ ഉണരുമ്പോൾ ദൈവവിചാരത്തോടെ ഉണരണം. ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ദൈവവിചാരത്തോടെ ആരംഭിക്കണം. ഇനി ഒരു യാത്ര പുറപ്പെടുമ്പോൾ ദൈവവിചാരത്തോടെ യാത്ര പുറപ്പെടണം. കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ സ്കൂളിലേക്ക് കൊണ്ടുപോകണം. നീ ഒരു പുതിയ സംരംഭം ആരംഭിക്കുമ്പോൾ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ ആ സംരംഭം നീ ആരംഭിക്കണം. പ്രിയപ്പെട്ട ദൈവവൈതലേ, ജീവിതത്തിൻ്റെ വിജയത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് ദൈവാനുഗ്രഹം. അത് ഓരോ കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ കാര്യങ്ങൾ കൊണ്ട് പുറപ്പെടുമ്പോൾ ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവവിചാരം അറ്റവനായി ജീവിക്കരുത്, ദൈവവിചാരം ഇല്ലാത്തവനായി നടക്കരുത്, ദൈവവിചാരം വിട്ട് ജീവിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആ കുട്ടിക്കുണ്ടായ അനുഭവം എഴുതി അറിയിച്ചിരിക്കണം, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആ കുട്ടി മറ്റു കുട്ടികളെ പോലെ പഠനത്തിൽ വലിയ മികവുള്ള കുട്ടിയൊന്നും ആയിരുന്നില്ല. ആ കുട്ടിയുടെ അനുഭവം ആ കുട്ടി ഇതാ രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ പേര് അനിൻഡോ. ഞാൻ ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ കുട്ടിയാണ്. ഞാൻ 10ാം ക്ലാസ്സിലെ മോഡൽ എക്സാം എഴുതുമ്പോൾ ഒരു വിഷയത്തിന് പോലും B+ പോലും കിട്ടിയിരുന്നില്ല. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ്, ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി 2 കരങ്ങൾ നീട്ടി, യേശുവേ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നീ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ദിവസവും പ്രാർത്ഥിച്ചു പോവുക, നിൻ്റെ ദൈവം നിന്നെ നയിക്കും. അങ്ങനെ ആ കുട്ടി പ്രോഗ്രാം നടക്കുന്ന സമയത്ത് പഠനോപകരണങ്ങളും എല്ലാ പുസ്തകങ്ങളും 2 കൈകളിലും എടുത്ത് മുട്ടുകുത്തി എന്ന് ഈശോയെ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ആ കുട്ടിയുടെ ഭവനത്തിൽ ആ കുട്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം ആ കുട്ടിയുടെ മേൽ പ്രവഹിച്ച് ആ കുട്ടി എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ വിശ്വാസത്തിന് പ്രതിഫലം ലഭിച്ച് ദൈവം എനിക്ക് ഉന്നത വിജയം തന്ന് അനുഗ്രഹിച്ചു. 8 A+, 1 A, 1 B+. മോഡൽ എക്സാമിന് ഒരു വിഷയത്തിന് പോലും B+ കിട്ടാതിരുന്ന എനിക്ക് ഇത്ര ഉന്നതമായ വിജയം നൽകി എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ച്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവിചാരത്തോടെ പരീക്ഷയ്ക്ക് ഒരുങ്ങി, ദൈവവിചാരത്തോടെ പരീക്ഷയ്ക്ക് പോയി
ആ കുട്ടിയുടെ പ്രയത്നം കർത്താവിൽ അർപ്പിച്ച് ചെയ്തതുകൊണ്ട് ആ കുട്ടിയുടെ പദ്ധതികൾ ഫലമണിഞ്ഞ് ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമ്മൾ എത്രയോ കാര്യങ്ങൾക്കായി ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ആ ചുവടുവെപ്പുകളെല്ലാം ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി പലതരത്തിലുള്ള പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു കാരണമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ഉന്നതമായ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബോധത്തെ പ്രകാശിപ്പിക്കണമേ. എല്ലാ കാര്യത്തോടും ചേർന്ന് ദൈവാനുഗ്രഹം ഉണ്ടാകാൻ തക്കവിധം ദൈവവിചാരത്തോടെ ജീവിപ്പാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ദൈവവിചാരം അറ്റുപോയ കുടുംബങ്ങളിലേക്ക്, ദൈവവിചാരം അറ്റുപോയ ജീവിതങ്ങളിലേക്ക് ഈ നിമിഷങ്ങളിൽ ഉന്നതമായ കൃപാവര ശക്തി പ്രവഹിക്കട്ടെ, ഉന്നതമായ വരപ്രസാദം പ്രവഹിക്കട്ടെ, ഉന്നതമായ ദൈവിക ശക്തി പ്രവഹിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തിയാൽ കുടുംബത്തിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. Praise the Lord. Hallelujah. Hallelujah, Maranatha. പുത്രനായ യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് വർഷിക്കുന്ന അത്യുന്നതമായ അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ്. യേശുക്രിസ്തു സ്വർഗാരോഹണത്തിന് മുമ്പ് ശ്ലീഹന്മാരുടെ മേൽ ഊതിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുവിൻ. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അത്ഭുത അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുന്ന ഏവനും പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നു. ഈ നിമിഷങ്ങളിൽ കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ഓ റൂഹായെ, പെസഹിയോൻ ഊട്ടുശാലയിൽ പന്തക്കുസ്താ നാളിൽ പിളർന്ന അഗ്നിനാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങളുടെ മേൽ അഗ്നിനാളങ്ങളായി, തീജ്വാലയായി, തീജ്വാലയായി, തീജ്വാലയായി ഓ പരിശുദ്ധാത്മാവേ വരണമേ, വരണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഇപ്പോൾ വരണമേ പ്രാർത്ഥിക്കുന്നു. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, കം കം ഹോളി സ്പിരിറ്റ്. പാപപ്പെട്ട ആത്മാവിൽ നിറയണമേ പരിശുദ്ധാത്മാവേ, ആത്മാവിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ. ദാഹത്തോടെ വിളിക്കുന്നു മക്കളെ, ദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുക. Holy Spirit, come down, come to us. Mighty, mighty anointing, mighty power, mighty power. Come, come, Holy Spirit. നിറയണമേ പരിശുദ്ധാത്മാവേ. ആർത്തരായ മക്കൾ, രോഗികളായ മക്കളിൽ, ക്ഷീണിതരായ മക്കളിൽ, ബലഹീനരായ മക്കളിൽ, പാപബന്ധനങ്ങളിൽ കിടക്കുന്നവരിൽ, രോഗപീഡയിലിരിക്കുന്നവരിൽ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവേ ശക്തിയോടെ ആവർത്തിക്കണമേ. ഏലിയായി നിറഞ്ഞ ആത്മാവേ, ഏലിശായി നിറഞ്ഞ ആത്മാവേ, ആത്മാവേ ഏലിയായി നിറഞ്ഞ ആത്മാവേ, ഏലിശായി നിറഞ്ഞ ആത്മാവേ, പടരണമേ നിറഞ്ഞ ആത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. പടരണമേ നിറഞ്ഞ ആത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ. ഓരോ മകനും, റൂഹായേ ഓരോ മകളും, വരണമേ, ഓരോ കുടുംബവും, അഭിഷേകം ചെയ്യണമേ. ഓരോ വംശവും പരിശുദ്ധാത്മാവിന് വേണ്ടി സാധിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ.
രക്തജ്വാലയാ ആത്മാവിൽ ജ്വലിക്കണമേ. ഇപ്പോൾ ഇറങ്ങി വരണമേ പരിശുദ്ധാത്മാവേ. സൃഷ്ടിയാക്കണമേ, പുതുജീവൻ നൽകണമേ. വ്യത്യാസപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. സൃഷ്ടിയാക്കണമേ, പുതുജീവൻ നൽകണമേ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഊഹായേ Holy Spirit. വരണമേ, അഭിഷേകം ചെയ്യണമേ. ഊഹായേ വരണമേ, കരങ്ങൾ ഉയർത്തി അഭിഷേകം ചെയ്യണമേ. സ്വരമുയർത്തി ഊഹായേ എല്ലാ മക്കളും ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ദാഹത്തോടെ വിളിക്കുക, ദാഹത്തോടെ വിളിക്കുക. അഭിഷേകത്തിന്റെ നിമിഷമാണിത്. സ്വർഗത്തിന്റെ അഗ്നി, അഭിഷേകത്തിന്റെ അഗ്നി, അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ആത്മാവ് കത്തി പടരട്ടെ. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ ഓരോ കുടുംബങ്ങളിൽ നിന്ന്, ഓരോ ഭവനങ്ങളിൽ നിന്ന്, ഓരോ ഇടങ്ങളിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും അത്യുന്നത ശക്തിയായ പരിശുദ്ധാത്മാവ് ഇപ്പോൾ കത്തി പടരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ. പാപവും ലോകവും മാടി വിളിക്കുമ്പോ വീഴാതെ നീ എന്നെ കാത്തിടണേ. പരിശുദ്ധാത്മാവേ, പാപവും ലോകവും പരിശുദ്ധാത്മാവേ, മാടി വിളിക്കുമ്പോ വീഴാതെ നീ എന്നെ കാത്തിടണേ. ആത്മാവിനാലെ നയിച്ചിടണേ. പരിശുദ്ധാത്മാവേ, ആത്മീയ ജീവൻ നിറയ്ക്കണമേ. ആത്മാവിനാലെ നയിച്ചിടണേ. Holy Spirit. ആത്മീയ ജീവൻ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. കൃപയായി നീ